വിശ്വ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് പഠിക്കുകയാണേ, ഈ ഫ്രാൻസിസ് അസീസി പുണ്യവാളുടെ ജനനം മുതൽ, ജനിച്ചു വീഴുന്നത് തൊഴുത്തില്ല ശരിക്കും പറഞ്ഞ, മരണം ശരിക്കും പറഞ്ഞാൽ ഈശോയിലുണ്ടായിരുന്ന മുഴുവൻ കൃപകളും ഈ ഫ്രാൻസിസ് പുണ്യവാളി വെളിപ്പെടുന്ന കാണാൻ പറ്റും. എല്ലാം കണക്ഷൻ ആ കൃപയാണ്. ആ സഹനം ഉണ്ടാകുന്നു, ഈശോയ്ക്കൊണ്ട് സഹനം ഉണ്ടാകുന്നു, ഈശോയ്ക്കൊണ്ട് പീഡനം ഉണ്ടാകുന്നു, സമൂഹത്തിൽ നിന്ന് പോലും പുറന്തള്ളപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു, പഞ്ചക്ഷത ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് മഹത്വത്തിൻ്റെ ഈശോയ്ക്കൊണ്ട് താബോറിൻ്റെ അനുഭവം ഉണ്ടാകും. അങ്ങനെ പല അനുഭവം ഉണ്ടാകും. അപ്പം അത് കൃപയാണത്. നമുക്കത് അത് കുടുംബജീവിതത്തിലാണ്. ഇത് കൃപയുണ്ട്. ഈ കൃപയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. നമ്മളെ ഉപദ്രവിക്കുക, അപവാദം, നമുക്ക് നുണ പറഞ്ഞു വരുത്തുക, ഒക്കെ പ്രതികാരം ചെയ്തേക്കല്ല. പ്രതികാരം ദൈവികമല്ല, അത് പൈശാചികം. റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനം പറയും, ഹല്ലേലൂയ, ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ വെള്ളം കൊടുക്കണം. നിങ്ങൾ പീഡിപ്പിക്കുന്നവർക്കാണ് നിങ്ങൾ കൂടുതൽ കൊടുക്കണം, കൃപ കൊടുക്കണം, എല്ലാം കൊടുത്തോണം. സഹനമല്ല, ഇത് കൃപയിലേക്ക് വരികയാണ്. നിങ്ങൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഈ സഹനം കളഞ്ഞുകൊണ്ടല്ലോ നമ്മൾക്കുണ്ടാകുന്ന പീഡനങ്ങളുടെ മഹത്വം അറിഞ്ഞില്ലെങ്കിൽ ആ പിശാച് ഈ പീഡനങ്ങളെ മാറ്റാൻ പറയും. സഹനത്തിന് ഓടി മാറാൻ പ്രേരിപ്പിക്കുന്നവനാണ് എപ്പോഴും പിശാച്. സഹനം മാറ്റുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. സഹനം മാറ്റിയോട് പ്രശ്നം തീരത്തില്ല, പ്രശ്നം കൂടുകയുള്ളൂ. സഹനം മാറ്റുതോറും പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. വചനം, അതായത് 1 പത്രോസിന്റെ 2 ഭൃത്യന്മാരെ, നിങ്ങളുടെ യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആരായിരുന്നാലും എല്ലാ ആദരവോടും കൂടെ അവർക്ക് വിധേയരായിരിക്കും. അതാണ് ഏറ്റവും വലിയ സംഭവമാണ്. ഭൃത്യന്മാരെ, നിങ്ങളുടെ യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആരായിരുന്നാൽ. ദുഷ്ടനായ ഒരാളെയാണ് നിന്റെ യജമാനായിട്ട് വെക്കുന്നെങ്കിൽ അത് നിന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഒരു ശാന്തന. അപ്പൊ ചിലപ്പോൾ ജീവിത പങ്കാളി ദുഷ്ടനാണോ, അപ്പൻ ദുഷ്ടനാ, അമ്മ ദുഷ്ടയാ. ചില എൻ്റെ അമ്മായിമ്മ നല്ലതാണ്, ഇപ്പൊ അത്ര നല്ലതല്ല. എല്ലാവരും കഴിച്ചപ്പോൾ നല്ലതായിരുന്നു, ഇപ്പൊ അത്ര നല്ലതല്ല. ചിലടത്ത് പറഞ്ഞു, ഹലോ, മക്കൾ ഇപ്പം നല്ലതല്ല, അന്ന് നല്ലതായിരുന്നു. അങ്ങ് വരും. നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആരായിരുന്നു എല്ലാ ആദരവോടും കൂടും അവരൊക്കെ വിധേയരായിരിക്കുവിൻ. വിധേയത്വ ഒരു കൃപയാണ്. അടുത്ത് പറയാം, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമായി തീരും.